നമസ്കാരം. സീബ് വിലായത്തിൽ വീടിന് തീപിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. വിവിധ തൊഴിൽ മേഖലകളിൽ സ്വദേശീവൽക്കരണം ശക്തമാക്കിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയം. വിദേശ നിക്ഷേപക സംരംഭങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. Gulf Updates Oman, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. മസ്കറ്റ് ഗവർണറേറ്റിൽ വീടിന് തീപിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സീബ് വിലായത്തിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം. അപകടം നടന്ന ഉടനെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അംഗങ്ങളെത്തി ഊർജിതമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഇവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. അപകടത്തിന്റെ കാരണം എന്താണെന്ന് അറിവായിട്ടില്ല. നിരവധി തൊഴിൽ മേഖലകളിൽ കൂടി സ്വദേശീവൽക്കരണം ശക്തമാക്കിക്കൊണ്ട് തൊഴിൽ മന്ത്രാലയം. ഇവയിൽ നിരവധി തസ്തികകളിലെ സ്വദേശീവൽക്കരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ചില തസ്തികകളിലെ സ്വദേശീവൽക്കരണം അടുത്ത വർഷം ജനുവരി 1 മുതലും മറ്റു ചില തസ്തികകളിലെ സ്വദേശീവൽക്കരണം 2026 ജനുവരി 1 മുതലും ബാക്കിയുള്ളവ 2027 ജനുവരി 1 മുതലും നടപ്പാവും. വിവിധ മേഖലകളിൽ സ്വദേശി പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് പുതിയ സ്വദേശീവൽക്കരണം നടപ്പാക്കുന്നത്. കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നീ തസ്തികകൾ 2026 ജനുവരി 1 മുതലാണ് സ്വദേശീവൽക്കരിക്കുക. വെബ് ഡിസൈനർ, ഓപ്പറേഷൻ അനലിസ്റ്റ് എന്നീ മേഖലകളിലെ സ്വദേശീവൽക്കരണം 2027 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. വിദേശ നിക്ഷേപ നിയന്ത്രണങ്ങൾ വിപുലപ്പെടുത്തിക്കൊണ്ട് വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം 28 മേഖലകൾ ഒമാനി നിക്ഷേപകർക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. ഇതോടെ മൊത്തം നിയന്ത്രിത പ്രവർത്തനങ്ങളുടെ എണ്ണം 123 ഉയർന്നു. ഒമാനി നിക്ഷേപകർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുള്ള മന്ത്രിതല പ്രമേയം കഴിഞ്ഞ ദിവസമാണ് മന്ത്രാലയം പുറത്തിറക്കിയത്. കരകൗശല വസ്തുക്കൾ, ചർമ്മ സംരക്ഷണ സേവനങ്ങൾ, ഇവന്റ് ഫർണിച്ചർ, പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെ ഉൽപ്പാദനം, ഉപയോഗിച്ച വാഹനങ്ങളുടെ ചില്ലറ വിൽപ്പന തുടങ്ങിയ സേവനങ്ങൾ പുതുതായി വിദേശ നിക്ഷേപ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഒമാനി സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിന് ഗവൺമെന്റ് മുൻഗണന നൽകുന്നതിന്റെ വെളിച്ചത്തിൽ ഗുണനിലവാരമുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും സംരംഭകത്വ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇടയിൽ സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനാണ് പുതിയ നീക്കമെന്ന് പറയുന്നു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾക്കായി തയ്യാറെടുക്കുന്ന ഒമാൻ ദേശീയ ഫുട്ബോൾ ടീമിനെ ഒമാൻ കായിക യുവജന സാംസ്കാരിക വകുപ്പ് മന്ത്രി സയ്യിദ് യസീൻ ബിൻ ഹൈത്തം അൽ സയ്യിദ് എത്തി സന്ദർശിച്ചു. ബാഷൂറിലെ സുൽത്താൻ കാബൂസ് സ്പോർട്സ് കോംപ്ലക്സിന്റെ പ്രധാന സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിശീലന ക്യാമ്പ് കഴിഞ്ഞ ദിവസമാണ് മന്ത്രി സന്ദർശിച്ചത്. ടീമിന്റെ പ്രകടനത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച മന്ത്രി ടീമിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തു. സെപ്റ്റംബർ 5-ന് ബസ്രയിൽ ഇറാഖിനെതിരെയും സെപ്റ്റംബർ 10-ന് മസ്കറ്റ് ദക്ഷിണ കൊറിയയ്ക്കെതിരെയുമാണ് ഒമാന്റെ മത്സരങ്ങൾ. കോച്ച് ജെറോസ്ലോവ് സിൽഹേവിക്ക് കീഴിൽ നടക്കുന്ന പരിശീലനം പൂർത്തിയാക്കിയ ഒമാൻ ടീം അടുത്ത ദിവസം തന്നെ ഇറാഖിലേക്ക് യാത്ര തിരിക്കും. BNI ഒമാന്റെ സലാം ചാപ്റ്റർ 1ാം വാർഷികാഘോഷം വിപുലമായി ആഘോഷിച്ചു. ബിസിനസ് ഉടമകളുടെ ഉച്ചകോടിയോടുകൂടിയായിരുന്നു ആഘോഷം. വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ ഇൻവെസ്റ്റ് ഒമാനിലെ ക്ലയന്റ് അഫയേഴ്സ് മേധാവി അബ്ദുൽ അസീസ് അൽ ഫഹദിയുടെ മുഖ്യ പ്രഭാഷണത്തോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. BNI ഒമാൻ നാഷണൽ ഡയറക്ടർ സലീം അൽത്താഫ്, ഓപ്പറേഷൻസ് ഡയറക്ടർ ഖദീജ സഫാന എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിപാടി. പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ്, വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അസ്കരി, ട്രഷറർ നൌഷാദ് കക്കേരി എന്നിവരുൾപ്പെടെ സലാം ചാപ്റ്ററിന്റെ നിലവിലെ നേതൃനിരയിലുള്ള ടീം ഈ വർഷം മുഴുവൻ വ്യവസായ സമൂഹത്തെ പിന്തുണയ്ക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ചാപ്റ്ററിന്റെ സ്ഥാപക പ്രസിഡന്റ് മുർത്താസ ജരിവാലയാണ് പരിപാടിക്ക് ആതിഥേയത്വം വഹിച്ചത്. ഉച്ചകോടിയിൽ പങ്കെടുത്തവരിൽ സലാം ചാപ്റ്ററിലെ അംഗങ്ങളും ഉണ്ടായിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. Gulf Updates Oman, brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.